ചേച്ചി പറഞ്ഞ പോലൊക്കെ സംഭവിക്കുന്നു. ഇവിടെ എന്തൊക്കെ പ്രശ്നമുണ്ട്? ഞാൻ പറഞ്ഞതിനപ്പുറം ഇവിടെ നടക്കുന്നേ. ഇവിടെ കാര്യമായ എന്തോ കുഴപ്പമുണ്ട്. ചെറിയ കുഴപ്പമൊന്നുമല്ല. ഇതെന്തോ വലിയ കാര്യമാ. ആ കാര്യം ഉറപ്പാ. ഇതെന്തോ വലിയ സംഭവമാ. ഇത് പ്രേതമാണോ അത് പിശാചാണോ അതോ ഇനി വേറെന്തെങ്കിലും ആണോ? എനിക്ക് തല കറങ്ങുന്ന കുട്ടികളെ. എനിക്ക് ഇവിടെ എന്തൊക്കെയാ നടക്കുന്നേ? ചേച്ചി നമ്മളെങ്ങനെ ചെയ്യും? ആ ഫാന് താഴേക്ക് വിടും ഞാൻ പറഞ്ഞിരുന്നു. അത് വീഴാതിരിക്കട്ടെ. അപ്പൊ ഇവിടെയുള്ളവർക്ക് എവിടെ? അപ്പൊ ഫാനിന്റെ തലയിൽ വീണില്ലേ? എന്ത് ചേച്ചി? അല്ല, ഫാനിന്റെ തലയിൽ വീണില്ല. ഫാനൊരു കുഴപ്പമില്ലല്ലോ. അപ്പൊ എന്തുണ്ടായി? ഒന്നും ഉണ്ടായിട്ടില്ല. ചേച്ചി എവിടെ നോക്കി നിൽക്കായിരുന്നു? കഥ പറയുന്ന ഇടയ്ക്ക് ഒട്ടി ഉറങ്ങിപ്പോയല്ലോ. അപ്പൊ അത് സ്വപ്നായിരുന്നോ? ചേച്ചി എന്ത് സ്വപ്ന കണ്ടേ? ഒന്നുമില്ല. തൽക്കാലേ നിങ്ങൾ മുന്നേറെ കിടന്നോ, ഞാൻ അങ്ങോട്ട് പോവാം. അതെന്താ ചേച്ചി? അതങ്ങനെയാ, ഞാനേതായാലും ഇവിടെ കിടക്കുന്നില്ല, എന്നെ കൊണ്ട് പോയാ. ചേച്ചി ഈ ആന്റിക്ക് വട്ട. എന്തായാലും നമുക്ക് കിടന്നുറങ്ങാം. സംഭവം നമ്മളെ പേടിപ്പിക്കാൻ പറഞ്ഞ കഥയാ. പേടിച്ചത് ആന്റിയാ. എടി നിനക്ക് ഉറക്കം വരുന്നുണ്ടോ? ഇല്ലടി, എനിക്ക് ഉറക്കം വരുന്നില്ല. അതാണ് ചോദിച്ചേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നെ പറ്റില്ലല്ലോ. എങ്ങനെ പറ്റാനാ? അതല്ലേ നിന്റെ സ്വഭാവം. അതെ, ഒരു തരം ചൊറിയുന്ന സ്വഭാവം. ഇനി എന്നെ ഇങ്ങനെ കുറ്റം പറഞ്ഞോ? അല്ലെങ്കിലും നമ്മളെന്ന് ആർക്കും വേണ്ടല്ലോ. എടി അങ്ങോട്ട് നോക്കി, സൂര്യൻ. അത് ചന്ദ്രനല്ലേ? അത് മാറിപ്പോയതാ. ചന്ദ്രനെ നോക്ക്. ഇപ്പൊ കാണിച്ചു തരാം എന്നെ രണ്ടുപേരെ കൊണ്ട് കുറ്റം പറഞ്ഞത്. അയ്യോ പ്രേതം! അയ്യോ എടി എണീക്കടി, കള്ളു എണീക്ക. അയ്യോ ഇതെന്താ സാധനം? എടി ഇത് ഗോസ്റ്റ്. കുട്ടി ഗോസ്റ്റ് ആണ്. അതെ, ഞാൻ കുട്ടിക്കോസ്. ഈ ശബ്ദം എവിടെയൊക്കെ ഇട്ട് പരിചയമുണ്ടല്ലോ. വഴിയില്ല. എടി കുഞ്ഞുടെ സൗണ്ട് അല്ലേ? ആണോ? അല്ല, പറഞ്ഞ പോലെ കുഞ്ഞു എവിടെ? നിൽക്കുന്നോ? നീ ആയിരുന്നോ? മനുഷ്യന്റെ ഉറക്കം കളഞ്ഞു. എന്നെ കുറ്റം പറഞ്ഞ് രണ്ടും കൂടി സുഖിച്ച് ഉറങ്ങിയതല്ലേ? അപ്പൊ ഈ പണി ഇരിക്കട്ടെ എന്ന് ഞാനും ആ ചേച്ചി പറഞ്ഞ കഥയെ മനസ്സിൽ ഉറങ്ങിയത്. നീ വന്നവനെ ശരിക്കും പേടിച്ചു പോയി. അങ്ങനെ ഇപ്പൊ നിങ്ങൾ സുഖിച്ച് ഉറങ്ങണ്ട. എന്നെ നിങ്ങൾ രണ്ടുപേരും കൊണ്ട് കളിയാക്കി നല്ല ഉറക്കായിരുന്നല്ലോ. ഇനി നിങ്ങൾ ഉറങ്ങണ്ട, കുറച്ചു നേരം പേടിച്ച് കിടക്ക്. ഞങ്ങൾ ഇനി ഉറങ്ങും. നിങ്ങൾ അങ്ങ് ഉറങ്ങ്, ഞാനങ്ങ് കാണട്ടെ നിങ്ങൾ ഉറങ്ങുന്നേ. ഞാനേ പോവാ, ഞാൻ ഈ റൂമിൽ കിടക്കുന്നില്ല. എല്ലാവരും കൂടെ അവിടെ കിടന്ന് തികയില്ല. നിങ്ങളുടെ കൂടെ കിടക്കുന്നത് നല്ലത്. അവിടെ കിടക്കുന്നത് ഞാൻ പോയി. അവിടെ നിൽക്ക് കുഞ്ഞോ. എന്ത് തേങ്ങ? അല്ല, നീ ഇവിടെ കിടക്ക്. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. അച്ചോടെ പേടിയുണ്ടോ? നിങ്ങളല്ലേ പേടിക്കാതെ ഉറങ്ങുന്നു പറഞ്ഞേ? ഈ കള്ളൂനാണെങ്കിൽ ഭയങ്കര ധൈര്യമാ. ഇവിടെ വേണമെങ്കിൽ എന്നെ ഇട്ടോ ഒരൊറ്റ ഓട്ടം ഓടും. നീ ഞാൻ പോകണമെന്ന് നിന്നെ കൊണ്ട് പറ്റിയല്ലോ. അങ്ങനെ അല്ലാതെ എന്നോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല. അങ്ങനെയാ. നിങ്ങൾ നീ പോടി, അവിടെ കിടക്കുന്നേ, ഞാൻ പോവാ. അങ്ങനെ പറയല്ലേ കുഞ്ഞു, ഞാൻ പറയുന്നത് കേൾക്കുന്ന. ഇവിടെ കിടക്ക്. നീ പിന്നെ അങ്ങോട്ട് ചെന്ന് ഞങ്ങളെ വഴക്ക് പറയും. നിന്നെ ഞങ്ങള് തെറ്റിച്ചു വിട്ടതാണെന്ന് പറഞ്ഞിട്ട് വഴക്ക് പറയട്ടെ. അതാണല്ലോ എനിക്കും വേണ്ടത്. നിങ്ങളെ പോലെയുള്ള കസിൻസ് ഒക്കെ ഉണ്ടായില്ലേ, ജീവിതം തൂഫാനായി പോവും. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. വെറുതെ ഇനി എന്നെയും വിളിച്ചോണ്ട് അങ്ങോട്ട് വന്നേക്കട്ടെ. ഇവിടെ കിടന്ന രണ്ടിനെയും പ്രേതം പിടിക്കട്ടെ. ഞാൻ അതിന് വേണ്ടി ഞങ്ങൾക്ക് ആശീർവദിക്കുന്നു. കുഞ്ഞു അവൻ പോകുന്നെങ്കിൽ പോട്ടെ, നിനക്കെന്താ? നിന്റെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ഞാൻ അവളോട് ഇവിടെ കിടക്കാൻ പറഞ്ഞത്. ഇപ്പൊ നിങ്ങൾ രണ്ടുപേരും റെഡിയായോ? ഇപ്പൊ എന്നെ വേണം അല്ലേ? നിങ്ങൾ രണ്ടുപേരും നേരെ കിടക്ക്. നിങ്ങൾക്ക് അങ്ങനെ തന്നെ വേണം. നിങ്ങളെ ഗോസ്റ്റ് വന്ന് പേടിച്ച് മെയിനി തിന്നട്ടെ. ഇത്ര നേരം ഇവിടെ ഒരു ഗോസ്റ്റ് വന്നില്ലല്ലോ, ഇനിയും വരത്തില്ല. നമുക്ക് കാണാം, കണ്ടറിയാം ഗോസ്റ്റ് വരുമല്ലോ എന്നൊക്കെ. എവിടെ ഇവര് മൂന്ന് പേരും പോയി? അമ്മച്ചി, ഇവരൊക്കെ എവിടെ പോയി? ഇതിന്റെ ഭൂതം പോയോ? ആന്റി, അതെന്താ എന്നെ കണ്ടപ്പോ ഒരു ഉറക്കം? അയ്യോ, എന്നെ ആരെങ്കിലും ഒന്ന് രക്ഷിക്കണേ. അല്ല, എന്താ പറ്റി? അയ്യോ, തലേന്ന് ഒരുപാട് ചോരയൊക്കെ വരുന്നുണ്ടല്ലോ. എന്താ ചേച്ചി? ചേച്ചിയുടെ തലയിൽ കൂടെ എന്താ പോയത്? വല്ല സ്ട്രോബെറി ജ്യൂസ് പോയോ? അല്ലടി, 2 കുപ്പി തക്കാളി സോസ്. അതായിരുന്നു, ഞാൻ വെറുതെ പേടിച്ചു. എടി മോയിന്റെ ശരിക്കും എനിക്ക് വേദന. അന്ന് എങ്ങനെയാണ് സംഭവിച്ചേ? കാണാൻ നല്ല രസമായിട്ടുണ്ട്. ഓടി എവിടുന്ന് മനുഷ്യനെ തലപ്പൊട്ടി ചോര വരുമ്പോഴാ ഇവിടെ ഒരു രസം. കണ്ണ് തുറക്ക് ചേച്ചി. എന്തിനാ കണ്ണടച്ച് പിടിച്ച് വർത്താനം പറയാം? എനിക്ക് തല കടന്നിട്ട് വയ്യ, കണ്ണൊന്ന് തുറക്കാൻ മേല. അമ്മയൊക്കെ ഓടെ, അവരൊക്കെ പ്രേതം പിടിച്ചോ? എനിക്ക് എന്താ സംഭവിച്ചെന്ന് ചോദിക്കടി. എന്ത് സംഭവിച്ചു? ഞാൻ ഇങ്ങോട്ട് വരുമായിരുന്നേ. എന്റെ അമ്മയും പിന്നെ ചേച്ചിയും കൂടെ അവിടെ കിടക്കായിരുന്നേ. ആ സമയത്ത് ഫാനുണ്ടല്ലോ, എന്റെ തലയിൽ കൂടെ ഒരൊറ്റ വീഴല. സാരമില്ല, ഞങ്ങൾ അങ്ങനത്തെ നുണക്കത്തിട്ട് പറഞ്ഞതല്ലേ. ഫാനൊക്കെ തലയിൽ വീണത് ഫാനാ.
പോലും ഇല്ല. രണ്ടും കൂടെ നേരെ ഓടിയിട്ടുണ്ട് ഡോക്ടറെ വിളിക്കാൻ. അല്ല എന്നിട്ട് മുറിവിന് എത്ര വലിപ്പം കാണും? ഞാനത് നാളെ ഒന്നും എടുത്തില്ല. എനിക്ക് അതൊരു ചേച്ചി പറഞ്ഞിട്ട് ചിരിയാ വരുന്നത്. അല്ലെങ്കിൽ നീ ഒരു സഹിക്കാണല്ലോ, എനിക്ക് ചിരിയല്ലേ വരും. ഇത് കാണിട്ട് ഒരു ചെറിയ മുറിവാ തോന്നുന്നു. ഇത്രയും ചോര വന്നിട്ടും നിനക്ക് അങ്ങനെയാ തോന്നുന്നേ? അതെ. എന്താ കുഞ്ഞുമോളെ നീ അവളെ നോക്കി ചിരിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. ഒന്നുമില്ല ആന്റി, കോലം കണ്ട് ചിരിച്ചു പോയതാ. നന്നായി സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ എണീക്കാൻ പറ്റുന്നില്ല. മോള് ഇങ്ങോട്ട് വന്നേ. മോളിത് അവിടെ വിളിക്കുന്നുണ്ട്. എന്നെയോ? എന്തിനാ? CCTVയില് ഫാന്റെ സ്ക്രൂ അഴിച്ചിട്ടത് മോളാണ് കേട്ടത്. എനിക്ക് വട്ടല്ലേ ഇവിടെ വന്നിട്ട് ഫാന്റെ സ്ക്രൂ അഴിക്കാനായിട്ട്. പിന്നെ എനിക്ക് അങ്ങോട്ട് എത്തില്ല. എത്തുമായിരുന്നെങ്കിൽ ഞാൻ ചെയ്തേനെ. അപ്പൊ മോൾ ചെയ്യുമായിരുന്നോ? വെറുതെ പറഞ്ഞത് ആന്റി, ഞാൻ എന്നാലും ഒന്ന് കണ്ടു നോക്കട്ടെ. അയ്യോ, എന്നെ ആരെങ്കിലും രക്ഷിക്കണേ. ഫാൻ ഇങ്ങനെ വീണ് നോക്കാതെ എന്റെ തലക്ക് ചികിത്സ ഒന്നും ഇല്ലേ? അയ്യോ, ആരെങ്കിലൊക്കെ എന്നെ ഒന്ന് രക്ഷിക്കണേ. ഞാനിപ്പോ ഇവിടെ കിടന്ന് ചാവേ. എന്നെ ആരെങ്കിലും ഒന്ന്